കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത് വാക്യം. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാരും. അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കാകുന്നവൻ ആരും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിന് ശരണത്തിലുണ്ട്. ശ്രദ്ധിച്ചേ, ദൈവത്തിൻ്റെ നിർണയം വളരെ കൃത്യമാണ്, അല്ലേ? ദൈവം നമ്മളെക്കുറിച്ചൊരു നിർണയം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവൻ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പം വിളിയുണ്ട്, വിളിയുടെ പുറകിൽ ഒരു നിർണയമുണ്ട്. സ്തോത്രം. വെറുതെ ആരെയും ദൈവം വിളിച്ചിട്ടില്ല, അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു നിർണയമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പം നമ്മുടെ എല്ലാവർക്കും വിളിയുണ്ടെന്നുള്ള സത്യമാണ്. വിളി ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് നമുക്ക് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്നാൽ ആ വിളി ഉണ്ടായിരുന്നാൽ മാത്രം മതിയോ? ഇല്ല, അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു നിർണയം അതിൻ്റെ പുറകിലുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ആ നിർണയം നമുക്കുള്ളത് കൊണ്ടാണ് കഷ്ടതകൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് നിൽക്കുവാൻ കഴിയുന്നത് ആ നിർണയം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. അപ്പം യേശുവിനെ കുറിച്ചൊരു നിർണയം പിതാവൻ ദൈവത്തിനുണ്ടായിരുന്നു, അല്ലേ? മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി ലോകത്തെ മുഴുവൻ രക്ഷിപ്പാൻ വേണ്ടി മറിയയുടെ ഉദരത്തിനകത്ത് ജനിച്ചു വളർന്ന യേശു കർത്താവിൻ്റെ പുറകിൽ ഒരു നിർണയം ദൈവത്തിനുണ്ടായിരുന്നു. സ്തോത്രം. ക്രൂശീകരണം എന്നത് ദൈവപദ്ധതിയാണ്. മനുഷ്യനത് ചെയ്തുവെങ്കിലും അതിൻ്റെ കയ്യിലേക്ക് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിലും അതിൻ്റെ പുറകിൽ വെളിപ്പെട്ടൊരു ദൈവ നിർണയമുണ്ട്. സ്തോത്രം. ഗത്സമനിയിൽ വെച്ച് യേശുവിനെ പിടിക്കപ്പെടുന്ന പടയാളികളും യഹൂദാജനും ഒന്നടങ്കം ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇവനെ ഞങ്ങൾ ക്രൂശിക്കുന്നതോടുകൂടെ ചരിത്രം കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ശ്രദ്ധിക്കണമേ, പ്രീസലോ, ഗത്സമനിയിൽ വെച്ച് പ്രീസലോ യഹൂദാജനം പിടിക്കപ്പെടുമ്പോൾ യഹൂദാജനം യേശുവിനെ പിടിക്കുവാൻ വേണ്ടി റോമൻ പടയാളികൾക്ക് സ്തോത്രമല്ലേലൂയ അവരെ സ്വാധീനിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം അനുവദിക്കാതെ അത് സംഭവിക്കത്തില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിർണയം എന്ന് പറയുന്നത്. അല്ല, സ്തോത്രം. മനുഷ്യൻ അവനെ ക്രൂശിച്ചോ എന്ന് ചോദിച്ചാൽ ക്രൂശിച്ചെന്ന് പറയും. എന്നാൽ മനുഷ്യനാണോ ക്രൂശിച്ചേ? അല്ല, ദൈവം ഏൽപ്പിച്ചിട്ടാണ് ക്രൂശിച്ചത്. സ്തോത്രമല്ലേലൂയ. അല്ല, നമുക്കറിയാം യോസേഫിൻ്റെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് പൊട്ടക്കിണറും പോത്തിപ്പോറിൻ്റെ വീടും കാരാഗ്രഹവും ഒക്കെ ദൈവ നിർണയത്തിനകത്തുണ്ടായിരുന്ന കാര്യമാണ്. സ്തോത്രം. അവൻ്റെ ജ്യേഷ്ഠന്മാരത് ചെയ്തു എങ്കിലും അതിൻ്റെ പുറകിൽ ഒരു ദൈവ നിർണയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്തായിരുന്നു അവനെക്കുറിച്ചുള്ള ദൈവ നിർണയം? മിസ്രയീമിൻ്റെ സ്തോത്രം രണ്ടാമനായിട്ട് രാജസ്ഥാനം കഴിഞ്ഞാൽ അടുത്തൊരു പ്രധാന പദവി അലങ്കരിക്കുന്ന ഒരുവനായിട്ട് മാറ്റുവാനായിരുന്നു ദൈവത്തിന് യോസേഫിനെ കുറിച്ചുള്ള ദൈവ നിർണയം. അതാണ് ഇവിടെ പറയുന്നത്. തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാരെ. യോസേഫിനെ അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അതിനെ ദുർബലമാക്കാൻ ഒരു മനുഷ്യനും എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ലെന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? സ്തോത്രം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ ക്രൂശീകരണം ദൈവ നിർണയമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നടക്കാൻ പോകുന്ന യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവ നിർണയമാണ്. അതിനെ തകർക്കുവാൻ, അതിനെ ദുർബലമാക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്നുള്ളതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങളോട് ദൂതമായി കൈമാറുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിന്നെ അനുഗ്രഹിപ്പാൻ, നിന്നെ മാനിപ്പാൻ, നിന്നെ വിടുവിപ്പാൻ, നിന്നെ ഉയർത്താൻ, നിന്നെ ശക്തീകരിപ്പാൻ, നിന്നെ പണിതെടുക്കാൻ അത് സ്തോത്രം കഴിയുന്ന ഒരു ദൈവ നിർണയം നിന്റെ പുറകിലുണ്ട്. അത് ദൈവത്താൽ നടക്കുന്നതാണ്. മനുഷ്യനാർക്കും അതിനെ ദുർബലമാക്കുവാൻ കഴിയത്തില്ല. മനുഷ്യനെന്ന് മാത്രമല്ല, ആകാശത്തിൻ്റെ കീഴെ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ, ആകാശമണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ ശക്തികൾക്കും നിന്റെ നന്മയെ തടുക്കുവാൻ കഴിയത്തില്ല. കാര്യം ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു നിർണയമുണ്ട്, അത് ദുർബലമാക്കുവാൻ ആർക്കും കഴിയത്തില്ല. ആ പ്രത്യാശയും വിശ്വാസവും നമ്മുടെ ജീവിതത്തിനകത്ത് ചലിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടയിൽ മറയ്ക്കണം. കൃപ കൂടെ ഇരുന്നാട്ട്. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.